എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കെട്ടും പാണ്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പം ഇതാണ് അവസ്ഥ. പിള്ളേരുടെ എല്ലാ സാധനങ്ങളും നമ്മുടെ സാധനങ്ങളും എല്ലാം കൂടി ആകുമ്പോഴേക്ക് 1-2 ബാഗൊന്നും മതിയാവില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ എവിടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ സാധാരണ ഇതെല്ലാം എടുത്തിട്ട് എങ്ങോട്ടാണ് പോകലെന്ന്. പക്ഷേ ചേച്ചീൻ്റെ വീട്ടിലേക്കല്ല, ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. യാമിക്കുട്ടി ആദ്യമായിട്ടാണ് വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നമ്മൾ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ തിരിച്ചു വരുമല്ലേ ചെയ്തേ. അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ എല്ലാ സാധനവും കൂടി എടുത്തിട്ട് വണ്ടീനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. 2 ദിവസത്തേക്കാണെങ്കിലും കുഞ്ഞു ആവയായതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ആവശ്യമായിട്ട് വരുമല്ലോ. അതുകൊണ്ടാണ് അച്ഛനും അമ്മക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ദിവസത്തേക്കായാലും അവർ ഇങ്ങനെ ശീലമില്ലല്ലോ. ഇപ്പം എപ്പോഴും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിള്ളേരുടെ ഒച്ചപ്പാടും എല്ലാം കൂടി ആയിട്ട്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. പക്ഷെ എന്നാലും പോയിട്ട് അച്ഛൻ്റെ അടുത്ത് കുറേ ആയില്ലേ നിൽക്കാത്തത്. അതുകൊണ്ട് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ. നമ്മൾ ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ആകുമ്പോഴാണ് ഇറങ്ങിയത്. യാമിക്കുട്ടീൻ്റെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് അവിടെ പോയിട്ട് പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് നല്ല സന്ധ്യാകുമ്പോഴാണ് ഇറങ്ങിയത്. ചെറിയൊരു മഴക്കാറ് പോലെ ഉള്ളതുകൊണ്ട് നല്ല സുഖമുണ്ടായി പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഒരു 3 മണി 4 മണി വരെ വെയിലും ചൂടെല്ലാം ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോണ്ടല്ലോ വേഗം എത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ റോഡ്, നമ്മുടെ പുതിയ റോഡെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ സ്ഥലത്ത് ഒരു തളിപ്പറമ്പ് ആ ഒരു ഏരിയയിൽ മാത്രമേ ഓപ്പൺ ആവാണ്ടുള്ളൂ. ബാക്കി മുഴുവനായിട്ട് പുതിയ റോഡായതുകൊണ്ട് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. ഏട്ടന് ഭയങ്കര സന്തോഷമാണ്. ആ റോഡിലേക്ക് കയറുമ്പോൾ മെല്ലെ ഇനി പറപ്പിക്കാലോ എന്നും പറഞ്ഞിട്ട് നോക്കി ചിരിക്കലാണ്. അപ്പോൾ രണ്ടാളും ഉറങ്ങിയിട്ടൊന്നുമില്ലേ, രണ്ടാൾക്കും ഉറക്കം വരുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരാൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണേ. എന്തിനാ എക്സൈറ്റ്മെന്റ് ടീച്ചുട്ടി? മാളു ചേച്ചി ഉള്ളതുകൊണ്ടാ. മാളു ചേച്ചീൻ്റെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരാള്. മറ്റൊരാൾക്ക് ചെറുങ്ങനെ ഉറക്കെല്ലാം വരുന്നതുകൊണ്ട് ഇങ്ങനെ സൈഡായിട്ടുണ്ട്. ചെറിയൊരു ജലദോഷമുണ്ട് യാമിക്കുട്ടിക്ക്. ഭയങ്കര ചൂടായിട്ട് വിയർപ്പ് താണിട്ടാന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി മുതലേ ചെറുങ്ങനെ തുമ്മിക്കൊണ്ടെല്ലാം ഇരിക്കുന്നുണ്ട്. കൂടുവോന്നറിയില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കലവറ നിറക്കൽ ഘോഷയാത്രയൊക്കെ ഉണ്ടായേനെ. അമ്പലത്തിലേക്കുള്ള അതൊക്കെ കണ്ടിട്ടാണ് പോയത്. അതിൻ്റെ അവിടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് ബ്ലോക്ക് കിട്ടിയേ. കുറച്ച് കഴിയുമ്പോഴേക്ക് നിച്ചൂട്ടി എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. അപ്പോൾ യാമിക്കുട്ടി ഇങ്ങനെ തലയിൽ തട്ടി കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ മുടി ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അച്ഛനും എൻ്റെ അമ്മയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എത്തുമ്പോഴേക്ക് ചേച്ചിയും പിള്ളേരും എല്ലാവരും വരണം. അത്രേ എത്തുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നെച്ചൂട്ടിൻ്റെ മുഖം വാടി. പ്രൊമോട്ട മില്ലിച്ചൻ്റെ ഓട്ടോറിക്ഷ കാണാണ്ടിരിക്കുമ്പോൾ അയ്യോ മാളു ചേച്ചി വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ യാമിക്ക് ആ ഒരു സമയത്ത് കയറിപ്പോയതുകൊണ്ട് കുറച്ച് നാളായില്ല ഇവരെ കണ്ടിട്ടും. അതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളമെല്ലാം അനൂട്ട പോയപാട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കരയുന്നു. പിന്നെ പുറത്തേക്കൂടെ കുറച്ച് നേരം നടന്ന് മൂടെല്ലാം ശരിയാക്കി. പിന്നെ ശരിയായിട്ടാ. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ്റെ കയ്യിലെല്ലാം പോയി. പിന്നെ അകത്ത് കയറിയിട്ട് കുറേ നേരം കളിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ചേച്ചിയും പിള്ളേരുമായിട്ടും എല്ലാവരും വന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ എല്ലാവരും പിള്ളേർ സെറ്റ് ടീമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മുടെ റമ്മാറബ് എന്ന് പറയുന്ന സാധനമില്ലേ, റുമാറബ് എന്നും പറയലുണ്ട് തോന്നുന്നു. ശരിക്കും അങ്ങനെ പറയേണ്ടേ തോന്നുന്നു. അതിൻ്റെ ഡബ്ബയാണ് കേട്ടോ ആ കാണുന്നത്. അത് വെച്ചിട്ടാണ് പിള്ളേർ കളിക്കുന്നത്. അതിനകത്തൊന്നുമില്ല കേട്ടോ, കാലിയാണ്. അതുകൊണ്ട് കളിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ യാമിക്കുട്ടി അവരെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ടീമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരേ കളി. അവിടെ പുറത്തിരിക്കുമ്പം പിന്നെയും കുറച്ച് നല്ല തണുപ്പുണ്ടായിനെ. കുറച്ച് കാറ്റെല്ലാം ആയിട്ട് മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് അകത്തേക്ക് ആരും കയറിയിട്ടേ ഇല്ല. എല്ലാവരും കൂടെ ഫുള്ള് പുറത്തിരുന്നിട്ടുണ്ട്. ഫുള്ള് സംസാരമെല്ലാം ഉണ്ടായേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ചൂട്. അപ്പോൾ പറഞ്ഞു വന്നാൽ നമുക്ക് ഒരു ടേബിൾ പിടിച്ച് പുറത്തിട്ടിച്ച് പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന്. അങ്ങനെയാകുമ്പം അത് സഹിക്കണ്ടല്ലോ ചൂട്. അങ്ങനെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ ഫുള്ള് ഫുഡെല്ലാം കഴിച്ച്. അപ്പോഴേക്ക് കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ആയേ. രാത്രി കുറേ പ്രാവശ്യം കറണ്ടെല്ലാം പോയതുകൊണ്ട് ഉറക്കമൊക്കെ ഒരു വിധം ഉറങ്ങി തീർത്തുന്നേ ഉള്ളൂ കേട്ടോ. പണ്ടെല്ലാം ഉണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് നമ്മുടെ ഇവിടെ. ചൂട് കാലമായാലും ചുറ്റിലും മരങ്ങളൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നല്ല തണുപ്പാണ് ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഒരു 2-3 പ്ലാവ് മുറിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്ലാവാണ് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് ഇപ്പം ഇവിടെയും നല്ല ചൂട് വന്നിട്ടുണ്ട്. പറമ്പിലൊക്കെ നടന്നുകൊണ്ടാണ് യാമിക്കുട്ടിക്ക് ഫുഡൊക്കെ കൊടുത്തത്. കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, മൃദുല. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ കല്യാണത്തിന് മുന്നേ നമ്മൾ റീൽസിലൊക്കെ കാണൂലേ, ഒരാളെ കാണുമ്പോൾ മറ്റേ ആൾ എവിടെയെന്ന് ചോദിക്കുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ രണ്ടാൾ എപ്പോഴും നമ്മൾ ഒരുമിച്ചേ ഉണ്ടാവുള്ളൂ. എവിടെ പോകുമ്പോൾ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാത്തിനും കേട്ടോ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ കാണലെല്ലാം കുറവാണ്. ഇടയ്ക്ക് വിളിക്കും, മെസ്സേജ് അയക്കും, മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പോലീസാണ് കേട്ടോ ആൾ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. 1-2 എൻ്റെ മുന്നേയുള്ള വ്ളോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പോലീസിൻ്റെ അവിടുത്തെ ട്രെയിനിങ് സെൻറ്ററിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഭാവിയുണ്ട്, നൈഹ വാവിയും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ സെറ്റായിട്ട് ടീമായിട്ട് പിള്ളേർ ജോറ് കളിക്കാനുണ്ടായത്. പിന്നെ നമ്മൾ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് അതിലേക്കൂടെ എല്ലാം നടന്ന് കുറേ സംസാരിക്കാനുണ്ടാവും.
ഉണ്ടാവും കേട്ടോ. നമുക്ക് കണ്ടാൽ നാട്ടിലത്തെ കുറേ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാം പറയാനുണ്ടാവും. അങ്ങനെ കുറേ നേരം സംസാരിച്ച് സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അച്ഛൻ്റെ അനിയന്മാരെ വീടെല്ലാം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. കുറച്ച് ദൂരേ ഉള്ളൂ തറവാടും, അച്ഛൻ്റെ അമ്മയൊക്കെ ഉള്ള തറവാടും എല്ലാം. അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് എല്ലാവരെയും കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇങ്ങനെ വല്ലപ്പോഴും പോകുമ്പോഴാണ് എല്ലാവരെയും കാണുന്നത്. കുറേ ആയിട്ട് കണ്ടിട്ട് ഞാൻ പ്രഗ്നൻസി എൻ്റെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാളായിട്ട് വന്ന് കണ്ട് ആ ഒരു സമയം കണ്ടതേ ഉള്ളൂ. എല്ലാവരും കൂടെ കണ്ടിട്ട് കുറേ ആയി. സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം കൊടുത്തു അരച്ച് നിന്നെ ദോഷിച്ചിട്ടല്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോവുകയാണ്. അച്ഛനും എന്തമ്മയും വന്നിട്ടില്ല. നിങ്ങൾ പോയിട്ട് വാ, അവർ സ്ഥിരം എല്ലാ ദിവസവും പോകുന്നതാണ് അങ്ങോട്ടേക്ക്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ പോയിട്ട് വാന്ന് പറഞ്ഞു. പിള്ളേരൊക്കെ പിടിച്ച് ബാക്കിലൊക്കെ ഇട്ടിട്ടുണ്ടേ. അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു. പ്രമോട്ടൻ കുറച്ച് പുറത്ത് പോയിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് പ്രമോട്ടനെ കാണാത്തത്. നേരെ അപ്പാപ്പൻ്റെ അടുത്തേക്കാണ് പോയത്. അച്ഛൻ്റെ അനിയനുണ്ട്, ഭാസ്കരൻ എന്നാണ് പേര്. അപ്പാപ്പൻ ഈ 30-ാം തീയതി റിട്ടയർമെൻ്റ് ആണ് കേട്ടോ. കേരള ബാങ്കിൻ്റെ മാനേജറായിട്ട് റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ കുറേ ആയി അപ്പാപ്പനെ ഇങ്ങനെ കണ്ടിട്ട്. ഇതിനിടയ്ക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ദേ വന്നു ദേ പോയി എന്നുള്ള അവസ്ഥയാണ്. പിന്നെ മക്കളും ഉണ്ടായിന്. അവരോടെല്ലാം കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന്. ഇളയമ്മയും പിന്നെ മൂത്ത മോൻ്റെ ഭാര്യ ഉണ്ടായിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഉണ്ടായിന്. അവരോടെല്ലാം കുറേ നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന്. കുറേ ആയി ഇവരെല്ലാം ഇങ്ങനെ കിട്ടിയിട്ട്. ഭയങ്കര തിരക്കുള്ള മനുഷ്യന്മാരായതുകൊണ്ട് ഇവരെയൊന്നും കിട്ടൽ കുറവാണ് അങ്ങോട്ടേക്ക് പോയാലും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാ കുറേ നാളുകൾക്ക് ശേഷം വർത്താനം പറഞ്ഞുകൊണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി വലിയ ഫാമിലിയാണ്. അപ്പാപ്പന്മാർ കുറേ ആളുണ്ട്. അച്ഛനാണ് മൂത്ത ആൾ. അതിൻ്റെ താഴെ 5 അപ്പാപ്പന്മാരുണ്ട്, പിന്നെ ഒരു 2 പെങ്ങന്മാരും. അങ്ങനെ എല്ലാവരും കൂടി വലിയ ഫാമിലിയാണ്. പക്ഷേ ഈ വാത്താപ്പനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. ചെറുപ്പത്തിലേ മുതലേ ഭയങ്കര സ്നേഹമാണ്. അപ്പാപ്പൻ ഇങ്ങോട്ടേക്കായാലും നമുക്ക് അങ്ങോട്ടേക്കായാലും എല്ലാം. യാമിക്കുട്ടി അതിൻ്റെ ഇടയിൽ ഉറങ്ങിയിന് കേട്ടോ. ഞാൻ അവിടുന്ന് പാലൊക്കെ കൊടുത്തപ്പോൾ ഉറങ്ങി. അങ്ങനെ അഗി വത്തക്കയൊക്കെ മുറിച്ച് തന്നിട്ടുണ്ട്. അതിന് അങ്ങനെ വത്തക്കയൊക്കെ കഴിച്ച് വെള്ളമെല്ലാം കുടിച്ച് കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. ഞാൻ പണ്ട് എടുത്ത് നടന്ന് വളർത്തിയ മോനാന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാ ഇപ്പോൾ എന്നെക്കാളും വളർന്ന് പന്തലിച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ട് ഈ വർഷം. അതിൻ്റെ എല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അപ്പോൾ അവന് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വ്ളോഗിലൂടെ ഒരു കൺഗ്രാറ്റ്സ് പറയുകയാണ്. FM-ലും ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. 30-ാം തീയതി അച്ഛൻ റിട്ടയർഡ് ആവുന്ന സെയിം ഡേ തന്നെ മോൻ സർക്കാർ സർവീസിലേക്ക് കയറിയെന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലെല്ലാം എല്ലാവരും ഉള്ളത്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തറവാട്ടിൽ പോയി അമ്മമ്മേനെല്ലാം കണ്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോഴേക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിന്. ചോറും സാമ്പാറും വറവും ചിക്കൻ കറിയും മീനും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാം. യാമിക്കുട്ടീൻ്റെ ഫുഡ് ഞാൻ ആദ്യം തന്നെ കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങനെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ട് യാമിക്ക് ഫുഡിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ ഫുഡ് തന്നെ കുറച്ചായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും എരിവ് കുറച്ച് കറിയെല്ലാം ആക്കിയിട്ട് അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എക്സ്ട്രാ ഫുഡ് ബാക്കിയുള്ള സമയങ്ങളിൽ ഉണ്ടാക്കിയാൽ മതിയല്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അച്ഛൻ ഇതാ യാമിക്കുട്ടീനെ അവിടെ ഉറക്കുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.